ഞാനൊരു കാര്യം പറയട്ടെ. വിവാഹമെന്ന് പറയുന്നത് രണ്ട് പേരുടെ ഒരു ചങ്ങലയാണ്. വെറ്റ് ലോക്ക് എന്ന് പറയാം. അതായത് നമുക്കൊരു ലൈസൻസ് കിട്ടുകയാണ് വിവാഹം കഴിക്കുവാനും ദാമ്പത്യ ജീവിതം തുടങ്ങുവാനുള്ള ഒരു ലൈസൻസ്. ജനസാധ്യത്തിൻ്റെ മുന്നിൽ, നിലവിളക്കിന് മുന്നിൽ, 10 പേരുടെ മുന്നിൽ നമുക്കൊരു ലൈസൻസ് അവർ തരികയാണ്. അപ്പം ഇനി ഒളിച്ചു കളിക്കുകയൊന്നും വേണ്ട എന്നർത്ഥം. അപ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നത് എന്തെല്ലാം ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു പ്രക്രിയ ചില സ്ഥലങ്ങളിലുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങ് ധരിച്ചാൽ പോരെ, താലി മാത്രം എടുത്താൽ പോരെ. പക്ഷെ താലിക്ക് പകരം എന്തൊക്കെ ഞാൻ വരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കാണിക്കാറുണ്ട്. എൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ഇനി എന്തായാലും താലി കൊണ്ടുവരണം എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ. താലി കൊണ്ടുവരിക, താലി മാത്രം കാണിച്ചാൽ മതിയല്ലോ. ഇനി താലി തന്നെ പോട്ടെ. എന്തിനാ ഈ താലിയിൽ 3 പ്രാവശ്യം താലി കെട്ടണം എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ ചരടാണെങ്കിൽ 3 കെട്ട് കെട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ചരട് കെട്ടുന്നവർ എന്തിനാ ഈ 3 പ്രാവശ്യം ഇങ്ങനെ ഒരു കെട്ട് കെട്ടുന്നത്? അതിൻ്റെ പിന്നിൽ ഒരു ചെറിയൊരു കഥയുണ്ട്. ആദ്യത്തെ കെട്ടെന്ന് പറയുന്നത് നീ എപ്പോഴും സന്തോഷമായിട്ട് എൻ്റെ കൂടെ ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് ഒന്നാമത്തെ കെട്ട്. രണ്ടാമത്തെ കെട്ടെന്താണ്? നീ വന്ന് കയറിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബം തട്ടിമുട്ടി പോകാതെ നല്ല നിലയിലെത്തണം, നല്ല സാമ്പത്തിക നിലയിലെത്തണം, യാതൊരു അല്ലലുമില്ലാതെ ബന്ധക്കാരുമായിട്ടൊക്കെ സഹകരിച്ചു പോകുവാൻ നിൻ്റെ മനസ്സുണ്ടാകണം എന്നുള്ളതാണ് രണ്ടാമത്തെ കെട്ടിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കെട്ടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നീ ഈ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവും നമുക്ക് മാത്രമല്ല, നാട്ടുകാർക്ക്, നിൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടണം. ഐശ്വര്യമായ ഒരു ജീവിതമായിരിക്കണം ഇനി അങ്ങോട്ട് പോകേണ്ടത്. മാത്രമല്ല സന്താനങ്ങൾ ഉണ്ടാകണം, ആ സന്താനങ്ങൾ നല്ല നിലയിൽ വളരണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ 3 പ്രാവശ്യം മുടിച്ചിടുന്നതിൻ്റെ ഉദ്ദേശം. ചിലർ നേരിട്ട് തന്നെ സ്വർണ്ണമാല ഇടാറുണ്ട്. അവിടെ പിന്നെ ഇവിടെ മുടിച്ചൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോഴും ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും മഞ്ഞ കയർ തന്നെ കെട്ടി ഇടാറുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം കിട്ടുമ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കെട്ടാൻ പറയുന്നു, കെട്ടി. ഇനി നമ്മൾ കെട്ടുന്നതിന് പകരം ഉടനെ പറയും സഹായിക്കാനായിട്ട് വരൻ്റെ സഹോദരിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളിക്കാറുണ്ട്, ഒന്ന് സഹായിക്കുമോ എന്ന്. നമ്മൾ തന്നെ കെട്ടണം. 3 പ്രാവശ്യം. ഒരു പ്രാവശ്യം കെട്ടാൻ അറിയാമെങ്കിൽ 3 പ്രാവശ്യം കെട്ടാൻ അറിഞ്ഞൂടെ? അപ്പോൾ 3 പ്രാവശ്യം വളരെ ബലമായി തന്നെ സന്തോഷമായിട്ട് തന്നെ ആ കെട്ടിക്കൊടുക്കുന്നത് ആണ് നല്ലത്. ഇനി നമ്മൾ ഈ വിവാഹം കഴിയുമ്പോൾ, നമ്മുടെ ഈ ചരട് കെട്ടി കഴിയുമ്പോൾ പിന്നീടാണ് നമ്മൾ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നതും സ്വർണ്ണാഭരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെല്ലാം മുഹൂർത്തം നോക്കുന്നവരാണെങ്കിൽ മുഹൂർത്തം നോക്കി തന്നെ ചെയ്യണം. മുഹൂർത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട കാലങ്ങൾ 3 ഉണ്ടെന്ന് മനസ്സിലാക്കണം. രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം. ഈ 3 കാലത്തിലും കഴിയുന്നതും ഈ മുഹൂർത്തങ്ങളൊന്നും വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെയാണ് വരനും വധുവും കൂടി വരൻ്റെ വീട്ടിൽ വന്ന് കയറുമ്പോൾ കയറുന്ന സമയം പോലും ചിലപ്പോൾ ചില ജ്യോത്സ്യന്മാർ കുറിച്ച് കൊടുക്കാറുണ്ട്. ആ കുറിച്ച് കൊടുക്കുമ്പോഴും നമ്മുടെ നല്ല കലണ്ടറുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. ആ കലണ്ടറിൽ നല്ല മുഹൂർത്തം നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും ഇല്ലാതിരുന്നാൽ മതി. പിന്നെ അഷ്ടമി, നവമി വരരുത്, കറുത്ത വാവും വരരുത്. ഇത്രയും ദിവസം വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കുടുംബം ഐശ്വര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. നിങ്ങളുടെ കൂട്ടുകാരും ബന്ധുക്കളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുക. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും പാലിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അടുത്ത ഒരു കാര്യവുമായി എത്തുന്നതാണ്.